ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ നിധി സുനന്ദനോട് ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. അതായത് നിധി സുനന്ദയ്ക്ക് ധൈര്യം കൊടുക്കുകയാണ്. എന്നിട്ട് നിധി സുനന്ദനോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം തീരുമാനിക്കണം, നിനക്ക് എന്താണ് വേണ്ടത്, നീ അച്ഛനും അമ്മേനും ഒന്നും ചിന്തിക്കേണ്ട, നിന്റെ ആഗ്രഹം എന്താ. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എനിക്ക് സുഭാഷേട്ടൻ്റെ കൂടെ ജീവിക്കണം നിധി. അതും പറഞ്ഞിട്ട് അതവൾ നല്ല ബോൾഡായിട്ടോ പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല നിധി. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതെന്താ നിനക്ക് അറിയാത്തത്, നിന്റെ ജീവിതമല്ല, അപ്പോൾ നീ അല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ അതിനു വേണ്ടി അച്ഛനോട് അമ്മേനോട് വഴക്കിടണോ, അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ല നിധി. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെയല്ല സുനന്ദ, നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാതിരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതും. ഇപ്പോൾ നീ ഈ ഒരു കല്യാണം കഴിച്ചു എന്ന് വെക്കാം, നിന്റെ കുടുംബക്കാരൊക്കെ അന്ന് തന്നെ പോകും കല്യാണം കൂടിയിട്ട്. നിന്റെ അച്ഛനാണെങ്കിൽ തിരിച്ച് ജോലിയിൽ തിരിയും, അമ്മയും വീട്ടുകാര്യങ്ങളിൽ തിരിയും. നീ മാത്രം വേണം ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ. അത് നരകമായിരിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് അയാളുടെ കൂടെ ജീവിക്കാനും കഴിയില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിന്റെ ജീവിതം അയാളുടെ ജീവിതം അവിടെ തകരില്ലേ. നിന്റെ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് രണ്ട് ജീവിതങ്ങളും അവിടെ തകർന്നു പോവല്ലേ. അപ്പോൾ നീ ഒരു തീരുമാനം എടുക്കണ്ടേ. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എനിക്കറിയാം നിധി, പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാഞ്ഞിട്ടാണ്. സുഭാഷ് ചേട്ടനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, പണ്ട് മുതലേ എനിക്കിഷ്ടമാണ്. അവിടെ ആരും എന്നെ പരിഗണിക്കാറില്ല. പക്ഷേ സുഭാഷ് ചേട്ടൻ അങ്ങനെയല്ല. എൻ്റെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ കടന്നു കൂടിയതാണ് സുഭാഷ് ചേട്ടൻ. എനിക്ക് വേറൊരു കല്യാണത്തിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല നിധി. എനിക്കപ്പം എന്നെ കൊല്ലുന്നതിന് സമയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവളത് പറഞ്ഞപ്പോൾ നിധി ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയാണ്, എനിക്ക് സുഭാഷ് ചേട്ടനെ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് അവരോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഞാൻ അത്രയും സുഭാഷ് ചേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് സുനന്ദ പിന്നെ നിധിയോട് ചോദിക്കുകയാണ്, നിധി, ഈ കാര്യത്തിൽ നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ. അത് കേട്ടപ്പോൾ നിധിക്ക് സന്തോഷമായി, കാരണം അവൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ സുനന്ദ പറയുന്നത്. അവൾക്ക് എങ്ങനെയെങ്കിലും അവരുടെ കല്യാണം നടത്തണമല്ലോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷേ നീ അതൊന്ന് പിന്മാറോ, ഒരു തീരുമാനം എടുത്താൽ നീ പിന്മാറോ. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, എന്താ നിധി നീ അങ്ങനെ ചോദിക്കുന്നത്, നിനക്ക് എൻ്റെ അവസ്ഥ അറിയില്ലേ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, നീ ഒരു തീരുമാനം എടുത്താൽ മാറോ. ഇല്ലല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ മാറില്ല, എനിക്ക് സുഭാഷ് ചേട്ടനിൽ അത് ജീവിക്കാൻ പറ്റൂല, അപ്പോൾ ഈ കല്യാണം എങ്ങനെയെങ്കിലും എനിക്ക് മുടക്കണം. അത് കേട്ടപ്പോൾ നിധി ഒരു പുഞ്ചിരിയോട് കൂടി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ. നിധി അത് പറഞ്ഞതും സുനന്ദ ഭയങ്കരമായിട്ട് ഷോക്കാവാണ് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്തിനാ അത്ര ഷോക്കാവുന്നത്, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമല്ലേ, അപ്പോൾ പിന്നെ കല്യാണം കഴിച്ചൂടെ, അതിനെന്തിനാ ഇത്ര ഷോക്കാവുന്നത്, അത് സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ, ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നല്ല പ്രശ്നമാവില്ലേ. അപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അതൊക്കെ നടക്കും, അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, പ്രശ്നമാകും, വലിയ വഴക്കാവും, അടി ഉണ്ടാവും, പക്ഷെ എല്ലാം സഹിക്കണം, എന്താ പറ്റുമോ. അത് കേട്ടപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് സുനന്ദ പറയുന്നുണ്ട്, പക്ഷെ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് നിധി, അടുത്ത സ്റ്റെപ്പ് എന്താ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സമയം 8 മണിയായി, നീ വേഗം വീട്ടിലേക്ക് ചെല്ലാൻ നോക്കുക, അവർക്ക് സംശയമാവില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, സംശയമാകും, അരമണിക്കൂറിനുള്ളിൽ വരാനാണ് അമ്മ പറഞ്ഞത്. ഓക്കെ, നീ ഇന്ന് പോയിട്ട് വീട്ടിൽ നോർമലായിട്ട് പെരുമാറണം, സാധാരണ പോലെ പെരുമാറണം, അല്ലാണ്ട് പേടിയോടുകൂടി ഒന്നും പെരുമാറരുത്. എന്നിട്ട് രാവിലെ കൃത്യം 10 മണിക്ക് നീ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തിത്തരും. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, ഞാൻ വരാം നിധി. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഉറപ്പല്ലേ, നീ വരില്ലേ, ഞങ്ങൾ എന്തായാലും ഇവിടെ വരും. ആ നിധി, ഞാൻ എന്തായാലും വരും. എന്നാൽ ശരി, നീ പോയിക്കോന്ന് നിധി പറയുമ്പോൾ സുനന്ദ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നിധി അവളെ വീണ്ടും വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല നിധി, ഒരിക്കലും മാറില്ല, അത് എനിക്ക് വേണ്ടിയുള്ള തീരുമാനം. അതും പറഞ്ഞിട്ട് അവർ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പിരിയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് സുനന്ദേൻ്റെ വീടാണ്. അവിടെ അവളുടെ ചെറുക്കനും കൂട്ടിനും വന്നിട്ടുണ്ട്. അവർ തലക്കുറി കൈമാറാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. സുനന്ദയാണെങ്കിൽ സാരി കൊടുത്ത് നിൽക്കുന്നുണ്ട്, അതും ഇവരുടെ നിർബന്ധപ്രകാരമാണ്. അങ്ങനെ അവളെ ലളിത അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ പ്രണയം എന്ന് പറഞ്ഞാൽ, അതൊക്കെ മറക്കും, അതാണ് പെണ്ണിൻ്റെ മനസ്സ്, നല്ല ബന്ധം വരുമ്പോൾ എല്ലാം മറക്കും, ഇരുമ്പും കാന്തും പോലെയാണ്, അത് നീ മനസ്സിലാക്കാതെയും. അത് കേട്ടപ്പോൾ സുനന്ദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ലളിത ഒരു കാന്തും ഇരുമ്പായിട്ടൊക്കെ ഉപമിക്കുന്നുണ്ട് അവരുടെ പ്രണയത്തിന്. അത് കേട്ടപ്പോൾ സുനന്ദ പറയുന്നുണ്ട്, അല്ല, ഞാൻ അമ്മേനെ വേറൊരു ഇരുമ്പായിട്ട് കെട്ടിക്കട്ടെ, അച്ഛനെ മാറ്റി നിർത്തിയിട്ട് എന്തേ പറ്റുമോ. അത് കേട്ടപ്പോൾ സുനന്ദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അനാവശ്യം പറഞ്ഞാൽ നിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തേ നിങ്ങൾക്ക് പൊള്ളിയോ, വലിയ ഫിലോസഫി ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ലോ ഈ കല്യാണം നടത്തുന്നത്, നിങ്ങളുടെ ചേട്ടനൊത്ത് ആടുന്ന പാവയില്ല ഞാൻ അങ്ങനെ നിന്നോളാം. അത് കേട്ടപ്പോൾ ലളിത പറയുന്നുണ്ട്, നിനക്കത് മനസ്സിലായിക്കോളും ഞങ്ങൾ എന്തുകൊണ്ടാണ് പറയുന്നത്, ഇപ്പം അങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് അവളെ വലിച്ചു കൊണ്ടുപോവാണ്. പിന്നീട് സുനന്ദനെ അവിടെ നിർത്തിയിട്ട് അവരെല്ലാവരും കൂടെ ഭയങ്കര സംസാരമാണ് കേട്ടോ കല്യാണത്തിനെ പറ്റി. പിന്നെ തലക്കുറയ്ക്ക് കൈമാറുന്നുണ്ട്. അവളാണെങ്കിൽ ഒരു പാവ കണക്കി അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂടാണ്. കിളിക്കൂട്ടിൽ നികേഷും അരീഷും സുധീഷും നിധിയും കൂടെ സംസാരിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. നിധി അവരോട് സുനന്ദ രാവിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അവളെ നാളെ വരും, നമുക്ക് കല്യാണം നടത്താമെന്നൊക്കെ അവരോട് പറയാണ്. പക്ഷെ അവരത് തള്ളിക്കളയാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല അടുത്തി, അവൾ ഒരിക്കലും വരില്ല, അവൾക്ക് ഇതൊക്കെ കളിയാണെന്നൊക്കെ അരീഷും പറയുന്നുണ്ട്. നികേഷും സുധീഷും ഒക്കെ ചോദിക്കുന്നതാണ്, സുനന്ദ വരുമോ, നമ്മളവിടെ പോയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയാവരുത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഉറപ്പാണ് അവൾ വരും, എനിക്ക് ഉറപ്പാണ്, അവളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടക്കും. അതെല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാനും എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ലാസ്റ്റ്
നമുക്ക് നിൽക്കാൻ പറ്റില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോരും എന്തായാലും ഉറപ്പെന്നൊക്കെ അവരോട് പറയാണ്. അങ്ങനെ അവർ സുഭാഷ് ചേട്ടൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ സമ്മതിച്ചോളാം. അങ്ങനെ പിന്നെ അവർ അമ്പലത്തേക്ക് വരുന്ന കാര്യങ്ങളും കല്യാണത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ സുധീഷ് അവളോട് പറയുന്നുണ്ട് സുനന്ദേനോട് ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാൻ പറയണം, നിന്നെ പോലെ വീട്ടിൽ വെച്ച് മറന്നു വരണ്ട. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് കല്യാണം രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്കറിയാലോ. അത് കേട്ടപ്പോൾ സുധീഷ് ഒന്ന് പതറിയിട്ടോ. എന്നിട്ട് അവൻ പറഞ്ഞു അല്ല നിധി അതങ്ങനെയൊന്നും അല്ല, അത് പോലീസ് അങ്ങനെ എങ്ങനെയൊക്കെ അവൻ തപ്പി കളിച്ചു കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട് എനിക്കെല്ലാം മനസ്സിലായി. അങ്ങനെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടാവാണ്. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ചേട്ടനോട് ഇവരെല്ലാവരും കൂടെ പറയുന്നതാണ്. സുഭാഷ് ചേട്ടനാണെങ്കിൽ സമ്മതിക്കുന്നേ ഇല്ല. സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്, സുനന്ദനെ കല്യാണം കഴിക്കുക എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് എന്താ ബോധമില്ല, ഒന്നും ഒരിക്കലും നടക്കില്ല നിധി. അപ്പോൾ നിധി പറയുന്നുണ്ട് സുഭാഷ് ചേട്ടന് ഇഷ്ടമാണോ അല്ലേ. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് മോളെ ഇഷ്ടമുള്ളതൊക്കെ സ്വന്തമാക്കാൻ പറ്റില്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്താ നിങ്ങൾ ഈ പറയുന്നത്. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് അത് എവിടുത്തെ ഫിലോസഫി ആയിട്ടാ, അങ്ങനെയൊന്നും അല്ല, ഇഷ്ടമുള്ളത് സ്വന്തമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പം നികേഷും കൂട്ടുപിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിയും പറയുന്നുണ്ട് സുഭാഷ് ചേട്ടാ അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണല്ലോ, പിന്നെ എന്താ പ്രശ്നം, അവളെ ഞാൻ കണ്ടിരുന്നു, അവൾ എന്നോട് രാവിലെ പറഞ്ഞു, പിന്നെ എന്താ പ്രശ്നം, സുഭാഷ് ചേട്ടന് ഇഷ്ടമല്ല അത് പറയണം. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഇഷ്ടമാണ്, എന്നാൽ നമുക്ക് നടത്താം, സുഭാഷ് ചേട്ടൻ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നമ്മളിത് നടത്തിയിരിക്കും. പക്ഷേ സുഭാഷ് ചേട്ടൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലല്ലേ പ്രശ്നം. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് എന്ത് പ്രശ്നം, അപ്പോൾ ലീഗലി കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പറ്റും. പക്ഷേ സുഭാഷ് ചേട്ടാ സുഭാഷ് ചേട്ടൻ്റെ ഭാര്യയാകുമ്പോൾ നമുക്കത് പറഞ്ഞ് നിൽക്കാമല്ലോ, അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നിധി പറയുന്നുണ്ട് സുഭാഷ് ചേട്ടാ ഇപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, സുഭാഷ് ചേട്ടൻ്റെ മനസ്സിൽ സുനന്ദയല്ലേ, അപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോഴും സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് എടാ വലിയ വഴക്കാവില്ല, നമ്മൾ അവരെ പറ്റി ചിന്തിക്കേണ്ട, അവർ കല്യാണമൊക്കെ ഓൾറെഡി സെറ്റാക്കിയതല്ലേ. അത് കേട്ടപ്പോൾ ഹരീഷ് പറയുന്നുണ്ട് എന്തിനാ നമ്മളെ വേണ്ടാത്ത കുടുംബത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്, അതിനൊന്നും ആവശ്യമില്ല. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുക, ഇതൊക്കെ വലിയ പ്രശ്നമാകും, അവർ നമ്മളെ പറ്റി വീണ്ടും പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മോശമാവും. അത് കേട്ടപ്പോൾ ഹരീഷും നികേഷും പറയുന്നുണ്ട് പിന്നെ നമ്മളെ പറ്റി വലിയ അഭിപ്രായമാണല്ലോ നാട്ടിൽ, ഇനിയിപ്പോൾ ഇതും കൂടെ ഇല്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ സഹിച്ചോളാം, എന്തായാലും ഈ കല്യാണം നടത്തും, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് സുനന്ദ എന്തായാലും നാളെ അമ്പലത്തിലേക്ക് വരും, നിങ്ങളെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്, അപ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ അവളെ ചതിച്ച പോലെ ആവില്ലേ, അവൾക്ക് വിഷമാവില്ലേ. എന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട് സുഭാഷ് ചേട്ടൻ അവളെ ചതിക്കണമെന്നുണ്ടോ. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവൾ ഡൺ, അപ്പോൾ നമ്മൾ നാളെ കല്യാണം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് അവർ കൈ കൊടുക്കുകയാണ്. ഇനി സുനന്ദ അമ്പലത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ സുഭാഷ് ചേട്ടൻ വരാതിരിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് ആരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ഓക്കെ ബൈ, താങ്ക്